ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ സലാഡ് ചെയ്ത് നോക്കാം. ഇത് പൊട്ടറ്റോയും മയണീസും ഒക്കെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ സലാഡ് റെഡിയാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഇത്ര ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ഇല്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള 3-4 ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇവിടെ ഷുഗർ, സോൾട്ട്, വിനാഗിരി, ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവോള, ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറി, പെപ്പർ പൗഡർ, ബോയിൽഡ് എഗ്ഗ്, പൊട്ടറ്റോ, മയോനൈസ്, ഇച്ചിരി പിക്കിൾഡ് കുക്കുംബറും പിന്നെ സ്വീറ്റ് റിലീഷുമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒരു 1 ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പം ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മയനീസ് ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പം വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ ഓഫ് പെപ്പർ പൗഡറും ഞാൻ സ്വീറ്റ് റിലീഷും പിക്കിൾഡ് കുക്കുംബറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സ്വീറ്റ് റിലീഷ് ഒരു 2 ടീസ്പൂണും പിക്കിൾഡ് കുക്കുംബർ ഒരു 1.5 ടീസ്പൂണുമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ മയണീസ് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു 1.5 ടീസ്പൂണും കൂടെ മയണീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സാലഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന 3 എഗ്ഗ് ഞാനിതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിടാം. ഞാനത് ഈസി ആയിട്ട് ഷ്രെഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 3 എഗ്ഗും ഞാൻ ഇതുപോലെ ഷ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെച്ചായിരുന്നു. ഒരു 5 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരുന്നത്. അതൊരു 7-8 മിനിറ്റ് ഞാനൊന്ന് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആകാവുള്ളൂ, ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മസ്റ്റാർഡ് സോസിൻ്റെ ടേസ്റ്റ്, യെല്ലോ മസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരുത്താം. അങ്ങനെ അടിപൊളിയായിട്ട് ഞാനൊരു പൊട്ടറ്റോ സലാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. തണുത്ത് ഇത് കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.